ഹലോ നമസ്കാരം ഫ്രണ്ട്, നിങ്ങളൊക്കെ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിത് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾക്ക് കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാനായിട്ടുള്ള പരിപാടിക്ക് പോകാൻ നിൽക്കുകയാണ്. ഇത് മോളൂസും ഉണ്ട്. ഹായ് ഹായ്. ഞങ്ങൾ മൂന്നുപേരും ജോഡാപ്പിയാണ് പോകുന്നത്. മമ്മി ഇന്ന് പന്തലുകാരൊക്കെ വരും എന്ന് പറഞ്ഞ കാരണം കാലു മാറി. മണവാളം പത്രത്തിൻ്റെ പുറകെ ഒളിച്ചിരിക്കുകയാണ്. ഹലോ മണവാളൻ, നാണം വേണം. ഓക്കെ, മണവാളുടെ നാണം വേണം ഗൈസ്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അതെ ഫേസ് റിവീൽ ചെയ്യണ്ടല്ലോ, ഫേസ് ഓൾറെഡി കണ്ടിട്ടുള്ളതല്ലേ. ഓക്കെ, നമുക്ക് ഇറങ്ങിയാലോ? ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ജോഡു ബാ. ജോഡു ആണെങ്കിൽ ബാഗൊക്കെ എടുത്ത് ജോഡുവിനോട് ഒന്ന് നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങളുടെ ഒക്കെ കൂടെ നടക്കുവാണ്. ഐ മീൻ അതിങ്ങനെ കൂടെ കളിച്ചുകൊണ്ട് നടക്കുവാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ പരിപാടീസ്? കുഞ്ഞേട്ടയുടെ കല്യാണത്തിന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ, ചേച്ചിക്കും ചേട്ടായിക്കും എനിക്ക് ഡ്രസ്സ് എടുക്കണം, പിന്നെ ചോടാപ്പിക്ക് ഡ്രസ്സ് എടുക്കണം. ഓൺലൈനിൽ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ ചെറിയൊരു പ്രൊമോഷൻ ഇവിടെ നിക്കണം. ആ ചേച്ചിയല്ല എല്ലാം ചെയ്യുന്നത്. ഇത് ചിക്കുവിന് ഒരു സാരിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കു, അപ്പൊ നമ്മളിപ്പോ ഓരെണ്ണം എടുത്തല്ലേ? എൻഗേജ്മെന്റിന്റെ എടുത്തു, നമുക്കിനി കല്യാണത്തിന്റെ എടുക്കണം. അപ്പൊ ഗൈസ്, അങ്ങനെ ഫൈനലി ചിക്കുവിനുള്ള കല്യാണം പെട്ടെന്ന് എടുത്തു തന്നു. മോളുമാണ് അതിന് കാരണം. മോള് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് തന്നു. ഈ സാരിയെ കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ട്. പക്ഷെ മോളൂന്ന് ഞങ്ങൾ കുറെ സമയം എടുത്തു. അവസാനം ഫൈനലി നമ്മൾ ഓർമ്മ കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്ക് കല്യാണത്തിന്റെ എൻഗേജ്മെന്റിന്റെ എടുത്തു. ഇനി തലേദിവസത്തെ എടുക്കാനുണ്ട്. അത് നമ്മൾ വേറെ കടയിലാണ് പോകുന്നത്. മോളൂന് എൻഗേജ്മെന്റിന്റെ ഓൾറെഡി ഉണ്ട്, കല്യാണത്തിന് നമ്മൾ എടുത്തു. തലേദിവസത്തിന് എടുക്കണം, അത് ടാസ്ക് ആണ്. പിന്നെ കൊച്ചിന് ഇവിടെ ഇല്ല, ഒള്ളി ലേഡീസിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് എന്തായാലും വേറെ കടയിൽ എനിക്കെടുക്കണം. അത് നമ്മൾ നാളെ എടുക്കും. അപ്പൊ ഗൈസ്, അങ്ങനെ ഞങ്ങള് ചിക്കുനും മോളൂസിനൊക്കെ സാരി എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് കല്യാണത്തിൽ ജോഡാപ്പിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നേക്കുവാണ്. ജോഡാപ്പിയും മമ്മിയും ഒക്കെ അവിടെ, ചിക്കു അവരെല്ലാം കൂടി ജോഡാപ്പിക്ക് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി പോയി എന്തായാലും നോക്കാം. അപ്പൊ ഞങ്ങൾ ജോഡാപ്പിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നേക്കുവാണ് ഗൈസ്. ജോഡാപ്പി ഷോപ്പിംഗ് ആണ്. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ്, കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേടനിലാവാണ്. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ് പൊന്നിനൊത്തൊരു പെണ്ണാണ്, കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേടനിലാവാണ്. താമരപ്പൂവിന്റെ ഇതളാണ്. മമ്മി അവിടെ പന്തലിന്റെ ആള് വന്ന കാരണം വന്നില്ല. എന്തെല്ലാം വിശേഷം? എന്തെല്ലാം സുഖം? സുഖമായിരിക്കുന്നു. പിന്നെയല്ലേ, അവര് വരുന്നുള്ളൂ. ആണോ? ഞങ്ങളായിരിക്കും ലേറ്റ് ഒന്ന്. ഞങ്ങളും ലേറ്റ് ആയതായിരുന്നു. ഞാൻ 12 മണി ഇപ്പൊ ഇറങ്ങി. ഹലോ, നമസ്കാരം. റിജോബ്രോയുടെ ചാനലിൽ മുഖം കാണിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമായി. ചാനലിന്റെ ലിങ്ക് ഒക്കെ ഞാൻ അടി കൊടുക്കാട്ടോ. അതല്ലേ, വലിയ മനസ്സിന് നന്ദി. താങ്ക് യു, താങ്ക് യു. എന്തായി നമ്മുടെ പരിപാടികളൊക്കെ? ചിക്കുന്റെ ഡ്രസ് എടുത്തു, സാരി എടുത്തു, 2 എണ്ണം. എത്രയാ? 30,000 രൂപയുടെ വേറെ ലെവൽ. 3 ലക്ഷം. ചുമ്മാ കൂടി പോയി. അല്ല, ഞങ്ങള് വേണ്ട, വില പറയണ്ട നീ. ചിക്കുയോട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ ദുബായിൽ നിന്നും പോയ ചിക്കു അല്ല, കാനഡയിൽ നിന്നും തിരിച്ചു വന്നിരിക്കുന്നത്. അതീവ സുന്ദരിയായിരിക്കുന്നു. ചിക്കുവിന്റെ ഈ ഭംഗിയൊക്കെ കിട്ടിയത് ചിക്കുവിന്റെ മമ്മിയുടെ കയ്യിൽ നിന്നാണ്. ജോഡാപ്പി, ഗുഡ് മോർണിംഗ്. റിജു അല്ലേ, മനസ്സ് നന്നായി മതി ആന്റി. എന്റെയും റിജോ ബ്രോയുടെ ഒക്കെ മനസ്സ് ഒരുപോലെയാ. एंजल बेटी कैसे हो? हिंदी कैसे बोलते हैं तू? ओके. എന്താ ഷോപ്പിംഗ് പരിപാടികളൊക്കെ എങ്ങനെ പോണു? ഷോപ്പിംഗ് പരിപാടി ഇത് മലയാളം അടിപൊളിയായിട്ട് പോകണം. ഓക്കെ, ഡ്രസ് എടുത്തു. അതാണ് ജോഡാപ്പി. നിന്റെ എടുത്തോ? എനിക്ക് എടുത്തില്ല, എനിക്ക് നാളെ. നാളത്തേക്ക് തള്ളി. എന്താ നിന്റെ സ്പെഷ്യൽ? തലേദിവസം മുണ്ട് ഷർട്ടും പിന്നെ 2 സ്യൂട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം. കല്യാണത്തിന് സ്യൂട്ട്. സർപ്രൈസ്
ഓൾറെഡി പറഞ്ഞു പോയിരുന്നു ചേട്ടായി. വെറൈറ്റിക്ക് പക്ഷെ കളറ് പറഞ്ഞിട്ടില്ലല്ലോ, വെറൈറ്റി സംഭവം. ഇല്ല, ഞാൻ വെറൈറ്റി കുടിച്ചിട്ട് നമുക്ക് ഫാൻസി ഡ്രസ്സിനെ പോലെ മറ്റേ കർഷകനായി പോയാലോ. എന്റെ മോനെ അത് വേണോ? ദിവസം വേണേ ചെയ്യാം. കർഷകന്റെ വേഷത്തിൽ പോയാലോ. തലക്കെട്ടും മുണ്ടൊക്കെ ആയിട്ട് വേണ്ട അല്ലേ? അത്ര മോഡേൺ വേണ്ട. മെരി മാർഗ്രറ്റ് 2 വാക്ക്. കുഞ്ഞാവ ഇപ്പൊ വരുമോ? 24-ാം തീയതി എപ്പോഴാ എത്തേണ്ട കുഞ്ഞാവ? എയർപോർട്ടിൽ നമ്മള് സർപ്രൈസ് ആയി പോട്ടെ. കുഞ്ഞാവേനെ എന്താ വിളിക്കുന്നത്? അമ്മാന്നാ? എന്ത് കാര്യം ഇരിക്കണ്? തള്ളേ എന്ന് വിളിച്ചാ മതി. ആ ഓ ഓക്കെ ഓക്കെ. റിജോ ബ്രോ, നിങ്ങക്ക് ഞാൻ ക്യാമറ തിരിച്ചേൽപ്പിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ തകർക്കും. സാരി സെലക്ഷൻ പരിപാടി അല്ല, ഡ്രസ് സെലക്ഷൻ എന്തായി? എന്താ എടുത്ത്? ഞാൻ കണ്ടില്ല. ഇത് അപ്പൊ ഇതല്ലേ എടാ ഇവ ഇത് നിനക്ക് നന്നായി ചേരണ്ടാ. ഇറക്കം കുറച്ച് കൂടുതലാണെങ്കിൽ നിനക്ക് ഇടാം. വലുതുണ്ടാ? ആ ഇത് ഹാല് ബ്ലാക്ക് എടുത്തു വെച്ചാ ഇവക്ക് വെനസ്ഡേ ഇഷ്ടം. ഓ ഇത് നിങ്ങക്ക് കാനഡയിൽ ഇടാനായിട്ട് ഹാലോവിൻ ഡേക്ക്. ആ ഓക്കെ 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 ഓക്കെ. അതാവുമ്പോ ഇവക്ക് മേക്കപ്പ് വേണ്ട, ഹാലോവിന് വെറുതെ കൊണ്ട് നിർത്തിയാ മതി. ഒന്ന് ചിരിച്ചേടി. ഇതെന്റെ ചേച്ചി വരച്ചിരിക്കുന്നു. എടാ ഇത് എടുത്താൽ 2 ഗുണുണ്ട്. ഇത് ഓണത്തിനും ഇടാം, അപ്പൊ നിങ്ങക്ക് വീണ്ടും പൈസ ചെലവാവില്ല. ആ ഓണം വിഷു എല്ലാ പരിപാടിക്കും പോകും. പക്ഷെ എടുക്കണില്ല. അവരെടുക്കുന്നില്ല. ഓ മൈ ഗോഡ്, 5 ഡ്രസ് യു ഗോട്ട്. ഗിവ് മീ 1. ഒരു ഹൈഫൈ കൊടുത്തേ. ഹൈഫൈ അല്ല, ഹൈഫൈ ഞാൻ ഡ്രസ്സാ ചോദിച്ചേ. അമ്മ എങ്ങനെയുണ്ട്? എല്ലാം സെറ്റ് അല്ലേ? ആ ഇത് നാണായോ? ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവ പറഞ്ഞ കേട്ടില്ല. എടാ ഇവ ഇങ്ങോട്ട് വന്നിട്ട് പറ. ഇവൻ കട്ട് ചെയ്യില്ല. എന്താ നീ പറഞ്ഞത്? ഇനി നമ്മൾ അങ്ങോട്ട് അല്ല ഇവൻ തുടക്കത്തെ ഇനി ഇവന് ഉഷാറോ. ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? ഇനി നമ്മളെങ്ങോട്ടാ പോണ്ട? തുണിയുടെ അല്ല നമുക്ക് കാപ്പി കിട്ടിയായിരുന്നോ ചേച്ചി? ആ ഓക്കെ. ആ ഇപ്പൊ കിട്ടും. ആ കാപ്പി ഉണ്ട്. തുണി എടുത്താ കാപ്പി കിട്ടും. അപ്പൊ ചിക്കുനും മോളുവിനും ഇനി തലേദിവസ ഡ്രസ് എടുക്കാനായിട്ട് നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക് പോവാണ്. ഗൈസ് ഇവിടെ ചിക്കും ടീമും ഫുള്ള് ഇവിടെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ റിജോ ബ്രോ ഇവിടെ കാറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അംബാസഡർ ഉണ്ട്. ഡേയ് നിന്റെ വയസ്സ് എത്രയാ? വയസ്സിൽ കയറിയില്ല, കുട്ടിത്തം. ഇത് എടാ കുഞ്ഞ് കാണുമെന്നായിരുന്നു എനിക്ക് പേടി. ഇതിപ്പോ നീയാലോ കണ്ടു വാങ്ങിക്കണതൊക്കെ. ഞാനേ ആദ്യം അങ്ങനെ വിചാരിച്ചത്, കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. മേടിക്കും. ഇതിനെന്താ ഇത്ര പ്രത്യേകത? ഇതൊരു ടോയ് മോഡല്. ഇത് മറ്റേ പ്രജ സിനിമ. അതെ പ്രജ മോഹൻലാല് വന്ന പോലത്തെ ഒരു പത്മിനി. ഓക്കെ. താഴെ അംബാസഡർ. ഇത് ഒന്ന് കൊൽക്കട്ട, ഒന്ന് മുംബൈ. കുറച്ചൊക്കെ എനിക്കറിയാം. ഞാൻ എടുക്കുന്നുണ്ട്. ഭ്രാന്തൻ. ഞാനവിടെ കുറെ ഹോട്ട് വീൽസ് മേടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇഷ്ടാ. അപ്പൊ നീയാണ് ശരിക്കുള്ള വണ്ടി ഭ്രാന്തൻ. അങ്ങനെ ഞാൻ മാത്രല്ല, ഒരു മഴയല്ല. അല്ല എനിക്ക് ഇഷ്ടാ. നിങ്ങളുടെ കെട്ടിയോ വാങ്ങിയതാ 2 ടാക്സി. അത് എനിക്ക് മേടിച്ചതാ. ആ എക്സ്ക്യൂസ് മീ, 346 പറഞ്ഞു. നിങ്ങളിപ്പോ ഡോളേഴ്സിലാണ് പൈസ വാങ്ങിക്കണത്. അതല്ലേ പ്രചാരം മോഹൻലാല് വന്ന കാറിന്റെ മോഡൽ അല്ല, നിന്റെ അപ്പം വാങ്ങിയതാ. കണ്ടാ ജോഡിന് കാർ ഇഷ്ടല്ലേ? ഞാൻ കൊറേ മേടിക്കും. ഞാൻ പോർഷയുടെ ഷേപ്പിലുള്ളതൊക്കെ കൊറേ സ്കെയിൽ മോഡൽ മേടിച്ചു. ഇത് കൊണ്ട് കളഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇപ്പൊ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കാർ ഇഷ്ടാട്ടോ ജോഡിന് ഇഷ്ടമുള്ള കാർ ഏതാ? ജോഡു ഏതാ ഇഷ്ടപ്പെട്ട കാറ്? ഇന്നലെ കൂടി കരഞ്ഞു വീട്ടില്. എന്റെ കാറോട് ഒറ്റയ്ക്ക് കിടക്കുക, ആരും നോക്കാനില്ല. ഓ ചായ. താങ്ക് യു ചേച്ചി, ഇതിനു വേണ്ടി മാത്രം ഞാൻ വന്നത്. അപ്പൊ നമുക്ക് ചായ കാപ്പി കിട്ടിയിരിക്കാണ്. ഒരു മിനിറ്റ്, കാപ്പി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കണ്ടാ കാപ്പി കിട്ടി. അല്ല നമ്മൾ ഇത്രയും പേര് അല്ല, ഒരാൾ കൂടി ഉണ്ട്. ഒരു ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചുണ്ടായിരുന്നു. ആ ഫോണില്ല, ഒരാൾ കൂടി ഉള്ളു ചേച്ചി. അവിടെ വെച്ചാ മതിയായിരിക്കും. ആ കൊച്ചു വരാ. നമ്മുടെ കൊച്ചു. ഓക്കെ താങ്ക് യു.
നമ്മുടെ കാപ്പി കുടിച്ചിട്ട് റിവ്യൂ പറഞ്ഞാ എങ്ങനെയുണ്ട്? സാധാരണ നല്ലതാവാറുണ്ട്. കുടിക്കാൻ അറിയില്ല ഇഷ്ടം. ഓഹോ, നീ ആരാ? മറ്റേ പേരെന്താ? പുഷ്പനാ? ആ, ഗുപ്തൻ. നല്ലതല്ലേ ഗൈസ്? ഒരു കാപ്പിക്ക് പകരം 2 കാപ്പി കുടിക്കുന്ന ചിക്കു ബ്രോയാണ് ഇവിടെ നിൽക്കുന്നത്. എടാ എല്ലാം കൊച്ചിരുന്നാ പറഞ്ഞത്. ഇന്നലെ വന്നപ്പോ 2 ചിക്കൻ എടുത്തു, 2 പ്ലേറ്റില് കൊച്ചിരുന്ന് പറഞ്ഞം. എന്നിട്ട് ഒക്കെ തിന്നത് ചിക്കു. എന്നാ ശരീരത്തിൽ പിടിക്കുക അതില്ലെന്താനും. നമ്മളെങ്ങനെയാ അപ്പൊ ഇവ നല്ല മനുഷ്യരുടെ ശരീരത്തിൽ പിടിക്കില്ലാന്ന്. നടന്നു പോകുമ്പോ സ്മെല്ലടിച്ചിട്ട് തടി എന്റെ ഓ അത് കൊഞ്ചം ഓവറിടോ. മണം അടിച്ചിങ്ങനെ അല്ല ക്രിസോ അങ്ങനെയല്ലേ? ആ അത് ക്രിസോ എന്നാണ് അതിന്റെ പേര്. ഞങ്ങളതിനെ ക്രോസോ, ഞങ്ങളതിനെ ക്രോയിസെന്റ് എന്നാ പറയണത്. ഞാനും അത് എങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ക്രിസോ ക്രിസോ എന്നൊക്കെ പറഞ്ഞപ്പോ എന്ത് What happened? റിജോ വ്ലോഗ്സ്. പിന്നെ അജയ് വ്ലോഗ്സ്. അയ്യോ അത് പറയാം. റിജോ വ്ലോഗ് അതിൽ വരും. ഉണ്ട്. ചേച്ചിന് വീഡിയോ കാണിക്കട്ടെ? വേണ്ട, ഓക്കെ. ഇതെന്താണോ ആരും സമ്മതിക്കാനുള്ള വീഡിയോയിൽ വരാൻ ചിക്കു ബ്രോ. ആ ഓക്കെ. 2 കൈ കൊണ്ടും കാപ്പി കുടിക്കുന്ന കൊച്ചി കറിയണ. ഇത്തിരി അതിന് കൊടുക്ക്. ഇത് സെറ്റല്ല ഗൈസ്. നമ്മൾ കല്യാണത്തെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗമ്യ ചേച്ചിയാണ് ഈ കാപ്പിക്ക് പിന്നിലുള്ള ശക്തമായ കരങ്ങൾ. അടിപൊളി കാപ്പിയാണ്, സൂപ്പർ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സാരി എടുത്തില്ലെങ്കിലും കാപ്പി ചോദിച്ചു വാങ്ങണം ഗൈസ്. അതെ, വേറെ ലെവൽ. അതും സൗമ്യ ചേച്ചിയുടെ കാപ്പി. സൗമ്യ ചേച്ചിയുടെ വീഡിയോ കാണിക്കാൻ പറ്റില്ല, ഭയങ്കര നാണാ. ചെറുതായിട്ട് പുറകെ കണ്ടു. അതെ, അത്രേ ഉള്ളൂ. കൊച്ചു വരെ മുടുമുടാന്ന് കുടിക്കും. നല്ല കാപ്പിയാ. കൊച്ചു സാധാരണ എന്താ കാപ്പി കുടിക്കാറില്ലേ? അത് കാപ്പിയാണോ? അല്ല, ഞാൻ അതിനെ പറ്റി ഒന്നും പറയണില്ല. എനിക്ക് വീട്ടിൽ പോണേ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവൂല. അല്ല, ചിക്കു പറയായിരുന്നേ അടുത്ത ഫ്ലോറിൽ ചെല്ലുമ്പോ വീണ്ടും കാപ്പി പറയാന്ന്. അപ്പൊ ഞാൻ പറയായിരുന്നു അടുത്ത ഫ്ലോറിൽ ചെന്ന് വീണ്ടും കാപ്പി വെച്ച് ചിലപ്പോൾ നമ്മളെ പുറത്താക്കുന്നു. കല്യാണം ആദ്യമായിട്ട് കാപ്പി പിടിച്ച് പുറത്താക്കുന്നത് നമ്മളെ ഇരിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞപ്പോ കോമഡി ആയിരുന്നു, ഇപ്പൊ കളിയായി. ചെലപ്പോ ഞാൻ അടുത്തൊരു വരച്ചിക്കാൻ പോയിട്ട് എന്താ അവര് വരുമ്പോ ഇതിനെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും പറയാനാ? പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കണം. എന്താ ഞങ്ങള് ഇറങ്ങിപ്പോ പറപ്പിച്ച വന്നെന്ന് തോന്നുന്നു. ഇപ്പൊ 100-110 നോ സ്പീഡ് ലിമിറ്റ്. അതിനെ മരിക്കും ഞാൻ. എന്താ പേര്? ഇത് സ്ഥിരം പരിപാടിയാ. കല്യാണത്തിന് മുമ്പായിരുന്നു. ഏത് പെൺകൊച്ചിന്റെ അടുത്തോട്ടും പേര് ചോദിക്കും, പിന്നെ ഫോൺ നമ്പറും കൊടുക്കരുത്. എനിക്കറിയാം നിന്നെ. ഇല്ല, അവരും നമ്മുടെ ചാനൽ കാണണ്ട. എന്താണ് നിങ്ങളുടെയൊക്കെ പേര്? എന്താ എനിക്ക് മനസ്സിലായില്ല. സ്നേഹ. എന്താ നിന്റെ പേര്? എന്റെ പേര് റിജോ. ശീലാക്കണ്ടാട്ടാ. അപ്പൊ ശരി, കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എടാ കള്ള ചിക്കു, അവിടെയുള്ള എല്ലാ പെൺകുട്ടികളുടെയും ഫോൺ നമ്പറും പേരും ചോദിച്ചിരിക്കണം നിങ്ങളെ കെട്ടിയോ. എന്താ പേര്? എവിടെയാ വീട്? അങ്ങനെ ചോദിച്ചു കിട്ടിയതാ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടെ മോർണിംഗ്. അച്ചു, ഹായ്. ഇതിന്ന് ഇറങ്ങിയിട്ട് ഇത് പെട്ടെന്ന് കണ്ടപ്പോ ഇനി അടുത്ത ഫ്ലോറിക്ക് വിളിപ്പിക്കാനുള്ള കളർ ബ്ലൈൻഡ് ആയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പണ്ട് അറിയില്ലായിരുന്നു. അയ്യോ വാ എടാ, അവരെ പരിചയപ്പെടുത്താൻ. അവര് കണ്ടിച്ചിട്ടില്ല നമ്മൾ ശരിക്കും വീഡിയോയില്. അപ്പൊ നമ്മളിത് ലേറ്റ് ആയിട്ട് അച്ചുവും ഡാനിയും വന്നു. നിങ്ങൾ ഒരുമിച്ച് നിൽക്കോ? നിങ്ങളെ വീഡിയോയിൽ കാണിക്കാനാണ്. ഇനി ഡാനിയുടെ മറ്റേ അറ്റൻഷൻ. ഹലോ അച്ചു ഡാനി എത്തിയിരിക്കുന്നു. ഡ്രസ് എടുക്കാം. ആക്ച്വലി ഇവർ രണ്ടുപേരും പറയാണ് വീഡിയോയിൽ ഡീസന്റ് ആയി നിൽക്കണോ കേട്ടോ. ഒച്ചോടാ ജോറിന്റെ അപ്പനാ നമുക്കാ, എനിക്കും നിനക്കും ചിക്കൻ ഡ്രസ് മേടിക്കുന്നത് 14 വയസ്സുള്ള ബോയ്സിന്റെ ടീഷർട്ട്. സത്യം അല്ലേക്കോ? ഗേൾസിന്റെ എടുക്കും. പക്ഷെ വയസ്സ് 14. മനസ്സുകൊണ്ട് എങ്ങനെയാന്നൊക്കെ ചിക്കു പറയണേ. അയ്യോ മുതുക്കി തള്ള വൈബ്. വേറൊരു തള്ള വൈബ്.
ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് നിന്ന് പോയി, വേറെ ഒന്നും കൊണ്ടല്ല, പ്രലോഭനം. മൂന്നാമത്തെ നാലാമത്തെ ഫ്ലോറിൽ നിന്നാ മതിയായിരുന്നു. അതെ, എന്തായി അവൾ ഉദ്ദേശിച്ച പ്രലോഭനം എന്ന് പറയുന്നത് ചുരിദാറുകളാട്ടോ. അല്ല വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചാലും നീ ഉദ്ദേശിക്കാണ്ടിരുന്നാ മതി. എന്തായി? സാധാരണ 14 വയസ്സുള്ള പിള്ളേരുടെ വാച്ചാണ്. പരിചയപ്പെടുത്തണം. നമ്മുടെ ഡാനി ഇവിടെ എത്തിയിട്ടുണ്ട്. സുന്ദരനും സുമുഖനുമാണ്. വിവാഹം ആലോചിക്കുന്നില്ല, ഓൾറെഡി ഭാര്യ അവിടെ നിൽപ്പുണ്ട്. കനേഡയിലത്തെ വൻ ബിസിനസ്മാൻ ആണ്, ഒപ്പം സിവിൽ എഞ്ചിനീയർ ആണ്. വേറെ എന്തെങ്കിലും പറയണോ? കയ്യിൽ സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റ് ഇട്ടിട്ട് ഗൈസ്. ഡാഡി മസിലൂടില്ല, ക്യാമറ മാറ്റി അറിഞ്ഞു കൊണ്ടുപോകും. അങ്ങനെയുണ്ടോ പുള്ളിക്ക്? ക്യാമറ വന്നു കഴിഞ്ഞാൽ അറ്റൻഷൻ. അപ്പൊ ചിക്കുവിന് നമ്മള് താഴെ ട്രഡീഷണൽ വെയർസ് നോക്കാൻ വന്നപ്പോ ചിക്കുവിന്റെ സൈസിൽ ഇല്ല. അല്ല, ചിക്കുവിന്റെ സൈസിൽ ഇല്ലാന്നല്ല, ചിക്കുവിന് ഇഷ്ടപ്പെട്ടില്ല. ജോഡുവിന് എടുത്തതിന്റെ വലിയ പിള്ളേരുടെ കിട്ടുമെന്ന് നോക്കാൻ പോയപ്പോഴാണ്. അപ്പൊ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. ദിവസം ഇടാനുള്ള ഡ്രസ് വേണ്ടിട്ട് വന്നാണ്, പക്ഷെ എനിക്ക് ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അയ്യോടാ, കല്യാണത്തില് സെലക്ഷൻ ഇല്ലാന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് 10 ഡ്രസ് ഓൾറെഡി എടുത്തോളൂ. നിങ്ങളെ വീഡിയോ കാണിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? യൂട്യൂബ് ചാനൽ ഉള്ള ആണോ? നിങ്ങളുടെ പേര് പറഞ്ഞോളി. എന്റെ പേര് പ്രത്യുഷ. പ്രത്യുഷ. നിങ്ങൾക്കും യൂട്യൂബ് ചാനല് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ചാനലിന്റെ പേര്? എന്റെ പൊന്നു, അടിപൊളി പേരാലോ. എന്ത് ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ആയിരുന്നോ? ആണോ? അടിപൊളി അടിപൊളി. എന്തായാലും ഉഷാറാവട്ടെ, ഇനിയും തുടങ്ങാം. ഓക്കെ. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ പൊന്നിനൊത്തൊരു പെണ്ണാണ്, കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേടനിലാവാണ്. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ പൊന്നിനൊത്തൊരു പെണ്ണാണ്, കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേടനിലാവാണ്. താമരപ്പൂവിൻ്റെ ഇതളാണ് ഇവളൻ കളിത്തോഴി. എന്താണ് ഒരു വട്ടമേശ സമ്മേളനം? എന്തായി കാര്യങ്ങൾ? ഞങ്ങൾ ഒരുപോലത്തെ ഡ്രസ്സാണ് എടുക്ക്. അവള് അനിയനെ അവള് കേട്ടില്ലെന്ന് പറഞ്ഞു. അവളെ കൂടെ വന്നോളും. ഒരു കുർത്ത ഇവന് നോക്കണം. അല്ല പറയാം, നീ വാ. ഞാൻ റെക്കോർഡ് അമർത്തിട്ടാ പറഞ്ഞു. അപ്പൊ നമ്മളത് എനിക്കുള്ള കുർത്ത നോക്കാം. വേണ്ട, അനിയനെ ഓവർ പവർ ചെയ്യും. ആണോ? ഓക്കെ. അവന്റെ ഡ്രസ് എടുത്തു, അനിയന്റെ ഡ്രസ് എടുത്തു. ഇത്രയും ഇത് വേണ്ട, ഡിമ്മ് കുറവുള്ള എടുത്തു. ഗോൾഡൻ കളർ കുർത്തിയൊക്കെ ആയിട്ടോ റിജോ ബ്രോ നോക്കണത്. പപ്പട കളർ എന്നോട് പറഞ്ഞു. ആണോ? രണ്ടും ഒരുപോലെ തന്നെ. എനിക്ക് ഇത്ര ഒന്നും വേണ്ട, ഒറ്റ ടൈം ഇട്ട് പോയി. കുറച്ച് വർക്ക് കുറഞ്ഞ പോലത്തെ സംഭവം ഉണ്ടാവോ? മണവാളിന്റെ ഓവർ പവർ ആയി പോയിരുന്നു. ഞാൻ അവന്റെ കുർത്ത കണ്ടിട്ടില്ല, അതായത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഫോട്ടോ ഉണ്ടെന്ന് തോന്നുന്നു, ഫോട്ടോ നോക്കി കാണിച്ചു കൊടുക്കാതെ. അപ്പൊ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്ക് തലേദിവസം ഇടാനുള്ള പരിപാടിക്കുള്ള പരിപാടിക്കുള്ള പരിപാടിയോ? ഇത് കഴിഞ്ഞിട്ട് ഇത് കൂടി ഇട്ട് നോക്കണം. ചേട്ടന്റെ പേര്? അടിപൊളി. അപ്പൊ നീ മുണ്ട് വെച്ചിട്ടാണോ ഇട്ട് നോക്കണത്? നീ മുണ്ട് നമുക്ക് ഇട്ടിട്ട് വെച്ച് നോക്കാൻ വേണമെങ്കിൽ മുണ്ട് എനിക്ക് അപ്പൊ ഒരു കാര്യം, നീ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടോ. ഞാനും വരട്ടെ ഗൈസ്. അപ്പൊ അവൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മുടെ റിജോ ബ്രോ കുർത്തി ഇട്ട് വന്നിട്ടുണ്ട്. ഒപ്പം മുണ്ട് കൂടി വെച്ച് റിജോ ബ്രോയുടെ ഒരു കിടിലൻ ഫോട്ടോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്റെ മോനെ ചിക്കുനെ അയച്ചു കൊടുക്കണം. എന്നിട്ട് ഗൈസ്, അപ്പൊ നമ്മുടെ റിജോ ബ്രോ ഡ്രസ് ചേഞ്ച് എല്ലാം കഴിഞ്ഞ് കുർത്തയും മുണ്ടുമായി വന്നിട്ടുണ്ട്. മോനെ എടാ, നീ പണ്ടേ ഗ്ലാമർ അല്ലടാ. എടുത്ത് പക്ഷെ നിനക്ക് നല്ല ലുക്ക് ആയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഫോട്ടോ എടുത്ത് ചിക്കുനെ അയച്ചു കൊടുത്താലോ? ഒന്നുകൂടി പറഞ്ഞ എന്താ? ആയിരിക്കില്ല. ശരി എടാ, എന്റെ മോനെ ഇങ്ങനെയൊന്നും ഇടല്ലേ.
പക്ഷെ ഇത് നല്ല രസമുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചിക്കുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, എന്താ ചിക്കു പറയണമെന്ന് നോക്കാം. നീ വേണമെങ്കിൽ ഇത് മാറിക്കോ. അപ്പൊ സെറ്റ് അല്ലേ? റിജു മുണ്ടൂരി ഗൈസ്. റിജു ബ്രോ ഇതൊക്കെ ഒരെണ്ണം എടുക്കണ്ടേ? ജുബ്ബ മാത്രം മതിയാ? എടുക്കണം. പറഞ്ഞില്ല ചിക്കു. ചിക്കു ഇപ്പൊ എന്താ പരിപാടി? നീ അച്ഛനോട് സാരി ഇത്ര കാഷ്വലായിട്ട് വ്ലോഗ് ചെയ്യണതാണ് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. കാഷ്വലായിട്ടല്ല, ടയർഡായിട്ടാ. നീ ഇത് കണ്ടില്ലേ? ഓ ശരിയാണല്ലോ. റിജു ബ്രോ ഇപ്പൊ ഞാൻ മറ്റേ സെയിൽസ്മാൻ അല്ല, വീടുകളിലൊന്നും സെയിൽ ചെയ്യണ പുള്ളിയില്ലേ? അതെ. ഒരു ഡെമോ ചെയ്യട്ടെ? ഡെമോ ചെയ്യിക്കാൻ. അയ്യോ സാരി എടുത്താൽ ഇവരൊന്ന് ഇടിക്കും. പുതിയ പ്രൊഡക്റ്റ് ആണ്, 4 പുതിയ ഐറ്റംസ് ഉണ്ട്. ഏതാ വേണ്ടത് പറഞ്ഞാൽ മതി, സ്പെഷ്യൽ ഓഫറിൽ തരാം. അതെ, ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. ഡിസ്കൗണ്ട് 50%. 50%. 3 ആക്ഷൻ. അത് പരിചയപ്പെടാൻ താല്പര്യം പറഞ്ഞ മാത്രമേ ഞാൻ ഇതിന്റെ ഇങ്ങനെ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ചേട്ടന്മാരുണ്ടാവല്ലോ. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഞാൻ പ്രോഡക്റ്റ് പരിചയപ്പെടാം, സിബ് തുറക്കട്ടെ. പൊത്തിപ്പിടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാധനം മേടിച്ചാൽ മാത്രം സിബ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ സിബ് തുറക്കുള്ളൂ. പറഞ്ഞത് കൃത്യമായിട്ട് പറയണ്ടേ ചേട്ടാ? തെറ്റിദ്ധരിക്കൂലോ? സോറി അളിയ, നിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, എന്റെ ഭാഗത്തേ തെറ്റുള്ളൂ. എന്ത് പറ്റി അടുത്ത സാരി? മാത്രം കിട്ടിയില്ല ഇവിടുന്ന്. അയ്യോടാ. ഞാൻ വേറെ നോക്കാം, നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ കൂടി നോക്കാം. അപ്പൊ പിന്നെ കുർത്ത ഇടം എടുത്തായിരുന്നോ? കുർത്തട ഞങ്ങൾ എടുത്തായിരുന്നു, നല്ല കുർത്തയാണ്. അംഗത്തിന് ഇറങ്ങണ പോലെയാ, ഇതൊക്കെ മടക്കി കുത്തിയിട്ടാണ് സാരി നോക്കാൻ പോണ്. ഇത് മറ്റേ ഇനി കാശിമാല, തെങ്കാശിമാല കണ്ടോ? ഇവർക്കൊക്കെ മുഖത്തൊരു സന്തോഷം ഉണ്ടല്ലോ ഡ്രസ്സ് കാണുമ്പോ, അല്ലേ? നമ്മുടെ മുഖത്ത് പക്ഷെ സന്തോഷം ഉണ്ടാവില്ല. ഇല്ല, രാവിലെ വരുമ്പോ ഇച്ചിരി സന്തോഷം ഉണ്ടാവും, പിന്നെ സന്തോഷം ഇങ്ങനെ ചിരിയുടെ അളവ് മീറ്റർ കുറഞ്ഞു വരും. പാവം കൊച്ചു വരെ ഉറങ്ങിപ്പോയി. അങ്ങനെയല്ല, ഫുള്ള് തിരികെ സാരി കണ്ട് എന്നാ ഞാൻ അങ്ങോട്ട് വരാടാ. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ, ഇനിയും നിന്നുള്ളം നോവല്ലേ, അകലെ ഇടി മേടിക്ക്. ഞാൻ അതിനും അവളെ പോയി വെട്ടിയാ മതിയായിരുന്നു. ഒരു ടീം ഡബിൾ മേടിക്കാനുള്ള കാശ് തരുമോ? ഒരു കാപ്പിയാ. അപ്പൊ ഗൈസ് ഞങ്ങളിത് കല്യാണിൽ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ അവർ 729 രൂപയ്ക്ക് അവരുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഷോപ്പ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ചിക്കു വന്നിട്ടുണ്ട്. ചിക്കു കുളിക്കാറില്ലാത്ത കാരണം കുറച്ച് ഹാർപ്പിക്കൊക്കെ മേടിക്കണം. ചിക്കു 822 3 രൂപ ഞാൻ തരാം. അപ്പൊ ഗൈസ് എന്താണ് നിങ്ങളുടെ തീരുമാനം? എന്താണ് മേടിക്കുന്നത്? ചാച്ചന് കടയിലേക്ക് എന്തെങ്കിലും സ്പോൺസർ ചെയ്തല്ലോ? ചാച്ചന്റെ കടയിലേക്ക് സ്പോൺസർ ചെയ്യണ്ട, വീട്ടിലേക്ക് എന്തെങ്കിലും മേടിക്കാം. എന്റെ 229 ഞാൻ കൊടുക്കൂലെന്ന്. ഗൈസ് ഞങ്ങൾ എല്ലാവർക്കും ഒരേ ബൂസ്റ്റ് മേടിച്ചിട്ടുണ്ട്. നീയല്ല കാഷ്യർ. എനിക്കും പേടിയുണ്ട്. തലേദിവസം ഞാൻ തുടങ്ങി നിൽക്കും, തകർക്കും. അച്ഛൻ വന്നിട്ട് എന്നെ മധുരം മാറിപ്പോയിട്ട് അവൻ ചവിട്ടി കഴിഞ്ഞാ ഗൈസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലി, മസാല ദോശ, ഗീ റോസ്റ്റ്, പൊങ്കൽ, സാത്തുക്കുടി ജ്യൂസായി പോയി, സോറി. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കേസ് അങ്ങനെ ഞങ്ങള് കല്യാണത്തിന്റെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് പോണെന്ന് നോക്കി. എനിക്ക് ഇവിടെ കാഷ്വൽ ഇപ്പൊ വന്നപ്പോ ഇടാനായിട്ടുള്ള കുറച്ച് ഡ്രസ്സ് എടുക്കാനായിട്ട് സ്റ്റുഡിയോയിലും കൂടി കയറിയേക്കുവാണ്. അപ്പൊ അതിന് ചിക്കു ഇപ്പൊ എടുത്തു കഴിഞ്ഞു. 2 ഷർട്ടും 1 പാന്റും എടുത്തു. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുക. പിന്നെ അതുപോലെ അജയ് ഇവയൊക്കെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ആ വഴി പോയി. ഞാൻ അവിടെ പോണ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്, അതാണ് പറ്റിയത്. ഇനി ചിക്കു എന്നത് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ച് നിൽക്കുക. ജോഡി ഇവിടെ വന്ന് അടുക്കിപ്പറക്ക് പോയി തുടങ്ങിയേക്കോ കേട്ടോ. ഇവിടുത്തെ എംപ്ലോയി ആയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. നമുക്ക് കുറച്ചൊരു സാധനങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റുഡിയോയിലും കൂടി, അതായത് എനിക്ക് ലൈക്ക് ഇവിടെ ഇടാനായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ കാഷ്വൽസ് എടുത്തായിരുന്നു. ഞാൻ അവിടെ നിന്ന് അത്ര ഡ്രസ്സ് കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പൊ അതാണ് 2 ഷർട്ടും ഒരു പാൻസും കൂടി എടുത്തു. ഇനി എനിക്കും കൂടി ഉള്ള ഡ്രസ്സും കൂടി എടുക്കാണ്ട് അങ്ങനെ നമ്മുടെ വീഡിയോ അങ്ങനെ ഷോപ്പിംഗ് തീരും. ദിവസമായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ബാക്കി നാളത്തെ ഒരു കല്യാണത്തിന്റെ എൻഗേജ്മെന്റിന് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാക്കി ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇനി എനിക്ക് ഉള്ള കല്യാണത്തിന് ഇടാനുള്ളതും എൻഗേജ്മെന്റിന് ഇടാനുള്ള ഡ്രസ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം കുഞ്ഞാവയ്ക്ക് ഉള്ളതും കൂടി എടുക്കാനുള്ളൂ. ബാക്കി എല്ലാവരുടെയും ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ്. ഇവർക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ്ട് 4 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനിയും അടുത്ത മാരേജ് കല്യാണ വ്ലോഗുകളായിട്ട് തുടരെയുള്ള വ്ലോഗുകൾ ഞങ്ങൾ ഇടുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഇടണം എന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഗൈസ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ ഫ്രം ഓൾ ഓഫ് us. ബൈ. Do you know my favorite people? English.